ഹായ്. അപ്പോൾ ഇന്ന് കുറേ അധികം പണിയുള്ള ഒരു ദിവസമാണ് എനിക്ക്. ഇന്നെന്താ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്, കോൺസ് ഉണ്ടാക്കാനുണ്ട്, നൈറ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ ഒരു പുതിയ സാധനം ഞാൻ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പണികളുണ്ട്. അങ്ങനെ കുറേ പണിയുണ്ട്. എവിടുന്ന് തുടങ്ങണം എവിടുന്ന് അവസാനിപ്പിക്കണം എന്ന് ഒരു പിടുത്തമില്ലാണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ തലേന്ന് എല്ലാ പണിയും ചെയ്ത് ഞാൻ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഇനി ഇതൊക്കെ എനിക്ക് ചെയ്യണം, ഇതൊക്കെ ഇന്നതൊക്കെ ഇന്ന ടൈമിലൊക്കെ ചെയ്യണം, ഇന്ന ടൈമിന് സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യലുണ്ട്. അപ്പം ഇന്നിപ്പോൾ നിലവിൽ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു 10 വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ എന്നോട് ഡൗട്ട് ചോദിക്കുന്ന എല്ലാവരോടും പറയലുണ്ട്, നിങ്ങൾ ബാക്കപ്സ് വെക്കുക. 10 വീഡിയോസ് എങ്കിലും കുറഞ്ഞത്, അല്ലെങ്കിൽ പോട്ടെ ഒരു 5 വീഡിയോസ്, 5 ദിവസത്തേക്കുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാം. അപ്പം നമുക്ക് എന്തൊരു അത്യാവശ്യ ഘട്ടം വന്നാലും നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേക്കുന്ന ഒരു 10 വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കണം. കുറേ കോൺസ് നമുക്ക് നാളെ ഡെലിവർ ആക്കാനുണ്ട്, അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ക്ലാസ് ഉണ്ട്, നൈറ്റ് സിംഗിൾ ക്ലാസ് എടുത്ത് കൊടുക്കലുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ പണിയുണ്ട്. ഇന്നെന്തായാലും 10 വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്. ഞാൻ ഇവിടുന്ന് എണീക്കില്ല. എന്തായാലും ഇന്ന് 10 വീഡിയോസ് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ കട്ടിൽ കടം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിന് ഭയങ്കര പരാതി, ആളുടെ പേര് ഞാൻ മെൻഷൻ ആക്കിയില്ലെന്ന്. ആളുടെ പേര് സൗമ്യ എന്നാണ്. അപ്പോൾ ഇതിൽ മെൻഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ കട്ടിലാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫർ ക്ലോത്ത് വിരിച്ചിട്ടുണ്ട്. പിന്നെ ക്ലോത്ത് എവിടെ നിന്നാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ക്ലോത്ത് ഞാൻ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. 600 സംതിങ് എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. 1 മീറ്റർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ക്ലോത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ വുഡിന്റെ ചെറിയൊരു പീസ്, നിങ്ങൾക്ക് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓൾറെഡി അറിയാമായിരിക്കും. വുഡിന്റെ ചെറിയൊരു പീസ് വെക്കുന്നുണ്ട്. പിന്നെ ഇതേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കലുണ്ട്. ഓക്കെ, പിന്നെ മേടിച്ചിട്ട് വലിയ ഉപകാരമില്ലാത്തതിനാൽ ഇതും ഞാൻ ബാക്ക്ഗ്രൗണ്ട് വെക്കലുണ്ട്. പിന്നെ ഇതേ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന ചെറിയൊരു ബാസ്ക്കറ്റാണ്. എനിക്ക് ബ്രൗൺ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇത് വെക്കാറുണ്ട്. പിന്നെ ബോർഡ്, ഇതില്ലാണ്ട് ഒരു പണി നടക്കൂല. ഇങ്ങനെ ഒരു ബോർഡ്, ഇത് ഞാൻ ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചതാണ്. ഞാൻ ഇപ്പോഴും ഇത് തന്നെ യൂസ് ആക്കല്. പിന്നെ ഒരു വൈറ്റ് ബോർഡ് വെക്കലുണ്ട്. പിന്നെ ഹാൻഡ് ഷേപ്പിൽ വരുന്ന ബോർഡ് ഇത് വെക്കലുണ്ട്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് വരെ, അപ്പോൾ വേണ്ടവരാണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എടുക്കാമല്ലേ, എന്തായാലും എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യപ്പം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എടുത്തിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫർ ക്ലോത്ത്. ഇതിലാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യല് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഹാൻഡ്. ഇതേ ക്ലോ ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂസ് ആക്കുന്ന ട്രൈപോഡ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 400 സംതിങ് ആണ്. ഞാൻ വാങ്ങിയ ടൈമിൽ 1000 എന്തോ ആയിരുന്നു. ഇപ്പോൾ 400 സംതിങ്ങേ ഉള്ളൂ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ കേട്ടോ, സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയത് കൊണ്ട് റബ്ബർ ബാൻഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. പുതിയൊരെണ്ണം വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ 2 മണി കഴിഞ്ഞപ്പോഴാണ് തീർന്നത്. അങ്ങനെ ഞാൻ 10 വീഡിയോസും ഷൂട്ട് ചെയ്തു. 10ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇനിയുണ്ട് കുറേ പണി. എനിക്ക് ഇനി കോൺസ് ഉണ്ടാക്കാനുണ്ട്, കോൺസിനെ റോൾ ചെയ്ത് വെക്കാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, ഫുഡ് കഴിക്കണം. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ കുറേ പണിയുണ്ട്. രാത്രി നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. പിന്നെ ഫോൺ ചാർജിന് ഇടാനുണ്ട്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ഹോസ്റ്റലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹോസ്റ്റൽ ജീവിതം അത്ര സുഖകരമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ സമയം ഒരു 3:15 അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ഇടണം.
കോൺസ് എല്ലാം റെഡിയാക്കാനുണ്ട്. ശരിക്കും ഫുഡൊക്കെ കഴിച്ച് നല്ല ഒരു ഉറക്കം മൈൻഡിൽ നിൽക്കുവാണ്. എന്തായാലും നോക്കാം, എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. നാളെ കൊറിയർ അയക്കാനുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തേക്കുള്ള വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ എഡിറ്റ് പരിപാടികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇത്രയും കോൺസ് ആക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. ഫ്രീസറിൽ വെച്ചേക്കോ. ഞാൻ നോർമലി ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്. ഫ്രീസറിൽ വെച്ച് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് കോൺസ് ആക്കി കൊടുക്കുക ചെയ്യല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് കോൺസ് ഉണ്ടാക്കാൻ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണം. കോൺസൊക്കെ സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ നോർമലി ഫ്രോസൺ ഷീറ്റ്സ് ആണ് യൂസ് ആക്കുന്നത് കേട്ടോ കോൺസ് റോൾ ചെയ്യാൻ. അതിൽ ഒരെണ്ണം സിൽവർ കളറിൽ വരുന്ന ഫ്രോസൺ ഷീറ്റാണ്, കണ്ടോ. ഇത് ഞാൻ നോർമൽ കോൺസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ഗോൾഡ് കളർ വരുന്ന ഫ്രോസൺ ഷീറ്റ്സ് ഉണ്ട്, കണ്ടോ. ഇത് മറ്റേ ഗാർഡൻ ഓഫ് റോസസ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ വരുന്ന കേട്ടോ. ഗോൾഡ് കളർ ഞാൻ എൻ്റെ ബ്രൈഡൽ കോൺസിന് യൂസ് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ ഒരു പർപ്പിൾ ഷെയ്ഡും ഉണ്ട് കേട്ടോ. ഇതെൻ്റെ പ്രാക്ടീസ് കോൺസിൻ്റെ ആണ്. പിന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കോണാക്കിയാൽ മതി. ടാസ്ക് ആണ്. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു സിനിമയുണ്ട്. ഈ സിനിമ കണ്ടിട്ടാണ് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മഴവിൽ മനോരമയിൽ എപ്പോൾ വെച്ചാലും ഈ സിനിമ ഉറപ്പായിട്ട് ഉണ്ടാകാറുണ്ട്, എപ്പോഴും ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ വെച്ച് ഇരുന്ന് ഞാൻ ചെയ്യാൻ പോകും. തനിക്ക് മ്യൂസിക് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. എനിക്ക് മ്യൂസിക് അറിയില്ലെന്ന് പറയുന്നോടാ, സംഗീതമേ ഞാൻ തന്നെയാ. ആൻഡ് മ്യൂസിക് മ്യൂസിക്കായോ? ഓ ശരി, താനാണോ ഞങ്ങളാണോ വലുത് നോക്കാം. തെങ്ങ് പൊട്ടാൻ നോക്കിക്കോളാം. ക്ലാസിക്കോ വെസ്റ്റേണോ ഞങ്ങൾ ഇന്ന് തെളിയിച്ച് തരണോ. റെഡി? ശ്രീ 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 രംഗ രംഗ രംഗാചാര്യവായി സിംഗനാട് സംഗീതന ആദിതായം പൂർണ്ണകം വരാതെ മരണത്തിൽ സാരം ചെയ്യാൻ നിന്നെ ഗീതവാണി രാഗം പോൽ രുചിച്ചു നോക്കാം. രഞ്ജിനി രാഗം പോൽ റഫായി മാറാം. നിന്നെ ഭൈരവി രാഗത്താൽ ഭയപ്പെടുത്തിയിടാം. ഹംസപ്പനി രാഗത്താൽ ഹിംസിച്ചിടാം. നിന്നെ ഹിന്ദോള രാഗത്തിൻ കൂടി കേട്ടാം. ശങ്കര ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഒരു 5 അല്ലെങ്കിൽ 4 ആ ഒരു ടൈമിനിടയ്ക്കായിരിക്കും ഞാൻ എപ്പോഴും റീൽസ് പോസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളൊരു എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ റീൽസ് ഇടുമ്പോൾ എല്ലാ ദിവസവും ഒരേ ടൈമിൽ തന്നെ ഇടാൻ നോക്കുക. അപ്പം ഞാൻ 4-നും 5-നും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇടലുണ്ട്. അപ്പം അതുപോലെ എന്നും ഒരേ ടൈം തന്നെ ഫോളോ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റീൽസ് ഇടട്ടെ. Algunos líderes militares significativo algunos tenemos dalam mereka conferensi transferados a su banco. Para ello necesitan la autorización de India's Consul Embassy. No, es un crimen. Yo no lo acepto. ഞാൻ ആരോടെങ്കിലും ഒരു പ്രപ്പോസ് ചെയ്താൽ നോ എന്ന് പറയുന്നത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 24 hours time test. Fix the price. Answer yes. കോൺസിനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എനിക്ക് പേസ്റ്റ് ഫില്ല് ചെയ്ത് ഹെന്നാക്കോൺ ആക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഒരു സംഭവം കൂടെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഇങ്ങനത്തെ സ്കെയിലിലാട്ടോ ചെയ്യൽ. കിച്ചൺ സ്കെയിലിനാണ് ഇതിന് പറയൽ. പല ടൈപ്പ് എനിക്ക് തോന്നുന്നു പല ബ്രാൻഡിൻ്റെ ഉണ്ടാവും. ഞാൻ ആറ്റം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് യൂസ് ആക്കൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് കോൺസ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രാക്ടീസ് കോൺസ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. എൻ്റെ കോൺസ് ഞാൻ 25 ഗ്രാം വെച്ചിട്ടാട്ടോ ഓരോ കോണും കൊടുക്കൽ. 25 ഗ്രാം to 27 വരെ കൊടുക്കും കേട്ടോ.
ശരിക്കും ഈ ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ കോൺസ് ഒന്നും സെയിൽ ആക്കണമെന്ന് തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് സൂപ്പർ. ഗൈസ്, അങ്ങനെ ഫൈനലി കോൺസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്നുണ്ട്. കാരണം രാവിലെ തൊട്ട് നല്ല പണിയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഇനി കുറച്ചു നേരം കിടക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വ്ളോഗ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പ്രശ്നം കാരണം സാഹചര്യം സമ്മതിക്കണില്ല. എന്തായാലും വീട്ടിലൊക്കെ പോകുമ്പോൾ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോൺസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം രാത്രി ഇപ്പം 6 മണി എന്തോ ആയിട്ടുണ്ട്. ഇനി രാത്രി എനിക്ക് 8 മണിക്ക് ക്ലാസ് ഉണ്ട്. കുറേ പണി ഇനിയും തീർക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ സാധനം ലോഞ്ച് ചെയ്യുന്ന കാര്യം. പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും വേറൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.